നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? അവരുടെ വിലയും നിലയും നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇന്ന് മാതാപിതാക്കൾക്ക് വിലയുണ്ടോ? ഇന്ന് മാതാപിതാക്കൾക്ക് ഗുണമുണ്ടോ? ഇസ്ലാം മാതാപിതാക്കളുടെ കടമയ്ക്ക് പറയുന്നത് ഹുഖൂഖ് എന്നാണ്. രണ്ട് അറബി വാക്കുകൾ, ഒന്ന് ഹുഖൂഖ്, മറ്റൊന്ന് ഉഖൂഖ്. ഒന്നിന് ഹ ആണ്, പുള്ളിയില്ലാത്ത ഹ, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന ഹ, ഹുഖൂഖ്. സമസ്തയുടെ അൽബിർ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുമക്കളോട് ചോദിച്ചാൽ ഹുഖൂഖ് എന്ത്, ഉഖൂഖ് എന്ത്, ജബൽ എന്ത്, സയ്യാറത്ത് എന്ത്, ഫീൽ എന്തെന്നൊക്കെ ആ മക്കൾ പറഞ്ഞു തരും. ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയതല്ലേ. എന്തൊരു നല്ല സ്കൂളാണെന്നറിയോ? ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുമക്കൾക്ക് പ്രീ പ്രൈമറി ക്ലാസ്. വളരെ സന്തോഷം. എന്റെ നാട്ടിൽ അതിന് തുടങ്ങുന്നതിന്റെ പേപ്പർ വർക്കൊക്കെ 90% കഴിഞ്ഞു. നിങ്ങൾ ദ്വാരക്കണം. തെക്കൻ കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങളും ജാമ്യയുടെ ജൂനിയർ കോളേജൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ദുആയും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ വലിയതിനെന്നും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ചെറിയ മക്കൾക്ക് വരെ അറിയാം ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ എന്താ. നിങ്ങളത് പഠിക്കണം. ആ കൊണ്ടുവരുന്ന കസേരയിൽ ഇൻഷാ അല്ലാഹ് ഇതിനകത്ത് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളോടുള്ള കടമ പാലിക്കുന്നതിനാണ് ഹുഖൂഖ് എന്ന് പറയാം. ഉഖൂഖ് എന്ന് പുള്ളിയില്ലാതെ ഐന് കൊണ്ട് പറഞ്ഞാലോ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനാണ്. ഒരു ചെറിയ അക്ഷര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹുഖൂഖ് ആണെങ്കിൽ സ്വർഗത്തിലും ഉഖൂഖ് ആണെങ്കിൽ നരകത്തിലുമാണ്. ഹദിയ എന്ന് പേരിട്ട നാസർ സാഹിബൊക്കെ നല്ല പഠിച്ചോ? അവാർഡ് വാങ്ങിയ മാത്രം ഒക്കെ പഠിച്ചു. അപ്പോ ഉഖൂഖ് ആണെങ്കിൽ നരകവും ഹുഖൂഖ് ആണെങ്കിൽ സ്വർഗവുമാണ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് അതിന് പരിചയപ്പെടുത്തി തന്നാൽ, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയുടെയും വാപ്പയുടെയും മുഖം അൽഹംദുലില്ലാ എന്റെ മോൻ വരണു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാപ്പയും അല്ലോ മോൻ പറഞ്ഞു ഓടിക്കോടി, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നരകം. അത്രേ ഉള്ളൂ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ എന്റെ പൊന്നു മോൻ വരികയാണ് അൽഹംദുലില്ലാ എന്നാണ് ഉമ്മ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം. എന്റെ മോൻ വരികയാണ് മിണ്ടല്ലേ, അല്ലാ ഇനി അവൻ പോണവരൊരു അക്ഷരം മിണ്ടല്ലേ എന്നാണ് പറയണമെങ്കിൽ നിങ്ങൾ കാര്യത്തിൽ തീരുമാനമായി. ഇതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അറബി ഭാഷ ഇപ്പൊ പഠിക്കണമെന്നില്ല. ഇങ്ങനെ മനസ്സിലാക്കി ഇതിലേതാണ് നിങ്ങളുടെ ഭർത്താവെന്ന് നിങ്ങൾ ചിന്തിക്കും സഹോദരിമാരെ. നിങ്ങളെന്നുള്ളത് പിന്നെ ചിന്തിക്കാം. ആദ്യം നിങ്ങളുടെ ഭർത്താവ്. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിന് നരകം കിട്ടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കരുത് എന്ന് ഭർത്താവിനോട് പറയാവൂ. ആലോചിച്ചു. ഭയങ്കര ഭർത്താവിന്റെ സ്നേഹമായിട്ട് ഇറങ്ങി നടക്കാൻ, ഉമ്മയെ നോക്കാൻ വിടൂല, ഉമ്മയെ കാണാൻ വിടൂല, ഉമ്മാക്ക് വേണ്ടി പൈസ കൊടുക്കുന്നൊരു തെറ്റ്, പാപ്പാക്ക് വേണ്ടി പൈസ കൊടുക്കുന്നൊരു തെറ്റ്, നിങ്ങൾ സമ്പാദിച്ചതെല്ലാം അവിടെ കൊണ്ടു കൊടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ആകെ മനസ്സിന്റെ വല്ലാത്ത വിഷമവും സങ്കടവും ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മാതാപിതാക്കളോട് നമുക്ക് പൈസ കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കുറയുന്നത് എപ്പോഴെന്നറിയോ? അവരോട് താല്പര്യം കുറയുന്നത് നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഭാര്യ പ്രസവിച്ച് ഹോസ്പിറ്റലിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുമ്പോ ഭാര്യ പറയും, ഇക്ക മോളാണ്, ഇനി ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടന്നാൽ പറ്റൂല, പൈസ ഒന്നും പാഴാക്കി കളഞ്ഞാൽ ഇനി ഉമ്മാക്ക് 1000 വാപ്പാക്ക് 2000 എന്നും പറഞ്ഞു കൊണ്ട് കൊടുക്കരുത്, എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ. ഇങ്ങനെ ഭാര്യ ഉപദേശിച്ചു കൊടുക്കുമ്പോഴാണ് ഉപ്പാക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഭർത്താവ് പിന്നെ പൈസ കുറയ്ക്കുന്നത്, ഉമ്മാക്ക് കൊടുത്തുകൊണ്ടിരുന്നവൻ പിന്നെ പൈസ കുറയ്ക്കുന്നത് അപ്പോഴാണ്. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നല്ലതിന് ചേർന്നതല്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഒരു ജീവിതം ഭാര്യയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട. അതിന് നിങ്ങൾ അനുവാദം കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരു സ്വാലിഹായ മനുഷ്യൻ പറയുകയാണ്, തന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അയാളിരുന്ന് കരച്ചിൽ തന്നെയാണ്. സഹോദരങ്ങൾ വന്നു പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അവര് പറഞ്ഞു, നമ്മുടെ ഉമ്മമാരും മരിച്ചുപോയല്ലോ, പക്ഷെ ഇത് എത്ര ദിവസമായടാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാള് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മയെ പോലെയല്ല എന്റെ ഉമ്മയെ ഞാൻ കണ്ടിരുന്നത്. കുന്തു, ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, യതഖബ്ബലു കുല്ല യൗമിൻ ഖദമ ഉമ്മിഹി, എല്ലാ ദിവസവും ഞാൻ എന്റെ ഉമ്മയുടെ കാൽപാദത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു രാത്രിയിൽ.
അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരൻ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽപ്പാരത്തിൽ പോയി മുത്തം കൊടുക്കുമായിരുന്നു. രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങിക്കഴിയുമ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ചെന്ന് ഞാനൊരു മുത്തം കൊടുക്കുമായിരുന്നു. പക്ഷേ എന്റെ ഉമ്മയങ്ങ് മരിച്ചപ്പോ ഇനി എനിക്ക് മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ സ്വർഗത്തിന്റെ തോട്ടത്തിൽ മധു നുകർന്നു കഴിഞ്ഞവനാണ്. എന്റെ ഉമ്മയുടെ കാൽപ്പാരത്തിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച നബിയേ, ആ ഉമ്മയുടെ കാലിൽ എനിക്കിനി മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട സഹാബി കരം നിരങ്കല്, നിന്റെ ഉമ്മാക്ക് നീ മുത്തം കൊടുത്തിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഉമ്മയുടെ ശിരസിൽ നിനക്കൊരു മുത്തം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കൈ കൊണ്ട് ഉമ്മയെ ഒന്ന് തടവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പെങ്ങളെ, എന്റെ ഉമ്മച്ചിയല്ലേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു മുത്തം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ നാട്ടിൽ ഞാൻ തുടങ്ങിയ ആതുരാലയത്തിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? ആരോരുമില്ലാത്തവരെ, വഴിയിൽ കിടക്കുന്നവരെ, കൈകാലി മുറിഞ്ഞു പോയവരെ, കുഷ്ഠരോഗം ബാധിച്ചവരെ, സുന്നത്ത് ജമാഅത്തിന് അങ്ങനെ ഒരു സ്ഥാപനം വേണമല്ലോ. അല്ലാഹുവേ, ഞാൻ ആ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ കൊണ്ടുവന്ന് ഒരു ചെറിയ ഷെഡ് വാടകയ്ക്കെടുത്തിട്ട് അതിന്റെ അകത്ത് പാർപ്പിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് സ്നേഹം കൊടുക്കുന്നു. ഈ അഷ്റഫ് സാഹിബൊക്കെ അവിടെ വന്നത് കണ്ടനുഭവിച്ചു മനസ്സിലാക്കിയവരാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു തങ്കമ്മ എന്ന് പറയുന്ന ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. തങ്കമ്മ എന്ന പേരുള്ള ഒരു ഹിന്ദു സ്ത്രീ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട സ്ത്രീ വയോവൃദ്ധയാണ്, തളർന്നു കിടക്കുന്നവരാണ്. അവരെ കാണാൻ റൂമിന്റെ അകത്തേക്ക് നമ്മൾ ആരെങ്കിലും കടന്നു ചെന്നാൽ ആ സ്ത്രീ ചോദിക്കുന്നവരെന്തെന്നറിയോ? എന്റെ മോനാണോ, എന്റെ മോനാണോ, എന്റെ മോനാണോ വന്നത്? ഞങ്ങൾ പറയും, അമ്മേ, നിങ്ങൾക്ക് ഞങ്ങളുടെ മകനെ പോലെ കണ്ടൂടെ, ഞങ്ങളെ നിങ്ങളുടെ മക്കളെ പോലെ കണ്ടൂടെ? ഞങ്ങൾ തൊപ്പിയുള്ളവരാണെങ്കിലും ദാടിയുള്ളവരാണെങ്കിലും ഈ സമുദായത്തിൽ വിശ്വസിക്കാത്തവരെ കഴുത്തറുക്കാൻ മുത്ത് റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ശബരിമലയിലേക്ക് പോകുന്നവരെ കൊന്നൊടുക്കണമെന്ന് പറയുന്ന മതമല്ല നമ്മുടെ മറമൈത്രിയുടെ സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വിളനിലമാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞ് ആ അമ്മയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുമ്പോ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും നമ്മൾ മറക്കല്ലേ, അവരെ നമ്മൾ ഒഴിവാക്കല്ലേ, അവരെ നമ്മൾ അവഗണിക്കല്ലേ, അവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ. ആ മാതാപിതാക്കളാണ് സ്വർഗത്തിന്റെ കവാടമെങ്കിൽ ആ സ്വർഗീയ അനുരാഗത്തിന്റെ മധുവനികൾ നുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സ് വെക്കുക. ബഹുമാനപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ഏറ്റവും വലിയ ഉമ്മയോട് സ്നേഹം കാണിച്ചിരുന്നയാളാണ്. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമ്മയോടും വാപ്പയോടും ഏറ്റവും അധികം സ്നേഹം കാണിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു വലിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. എന്താണ് കംപ്ലൈന്റ് എന്നറിയും? ആ കാലഘട്ടത്തിൽ എല്ലാവരും ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവക്കാരായിരുന്നു. ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കും. ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് അത് ഉമ്മയോടൊത്തിരുന്ന് ഉമ്മ ഒരുള്ള കഴിക്കും, മകനെടുത്തത് കഴിക്കും, മകളെടുത്തത് കഴിക്കും, അങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല ഒരു സമ്പ്രദായം. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹമാണ് ഇവിടെ ഇന്നത്തെ സദസ്സിൽ വന്നിരുന്നെങ്കിൽ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കസേരയിലിരുന്ന് മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരു വലിയ പാത്രത്തിനകത്ത് ഭക്ഷണം ഇട്ടിട്ട് ഒരുമിച്ച് വളഞ്ഞിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കറിയൊക്കെ മിക്സ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഒരു തരി ഭക്ഷണം നിങ്ങൾ നിലത്ത് കളഞ്ഞാൽ അത് ബഹുമാനപ്പെട്ടവരെടുത്ത് കഴിക്കും. നിങ്ങൾ 5 ആള് ചായ കുടിച്ചിട്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ മുമ്പ് ഇരുന്ന് ചായ കുടിച്ചിട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നോക്കും അവസാനം ക്ലാസ്സിൽ ചായ ഇരിക്കുന്നുണ്ടോന്ന്. 5 ആളിന്റെയും ക്ലാസ്സിലിരിക്കുന്ന ചായ ഉസ്താദ് സ്വന്തം ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഉസ്താദ് കുടിക്കും. അതാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങൾ സ്വാലിഹീങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് അള്ളാഹു ബാപ്പു ഉസ്താദിന്റെയും കൂമരംപുത്തൂർ ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും ഒക്കെ ഖബർ ഈ വലിയ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പ്രവിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
സ്വർഗീയ അനുഗ്രഹവും അനുഭൂതിയും ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ പ്രിയപ്പെട്ട ഉലമാക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കുക. എൻ്റെ വീട്ടില് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് വലിയ ഒരു പാത്രം. വല്ലപ്പോഴും, എല്ലാ ദിവസവും ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റൂല, അതിന് സമയം കിട്ടൂലല്ലോ. മക്കളൊക്കെ വീട്ടിലുള്ള, സ്കൂളില്ലാത്ത ദിവസം ഞാനും ഭാര്യയും മക്കളും കൂടി വളഞ്ഞിരുന്ന് ആ ഭക്ഷണം കഴിക്കും. എൻ്റെ മൂത്ത മോൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അള്ളാഹു തൗഫീക്ക് തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെ വളഞ്ഞിരുന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കും, നല്ല രസമാണ്. അതിലൊരു ബറക്കത്ത് ഉണ്ടാവും, അതൊരു ഐശ്വര്യം ഉണ്ടാവും, അതൊരു പുണ്യം ഉണ്ടാവും. ഒരു ദിവസം നിങ്ങൾ, ഒരു മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ കഴിച്ചു നോക്കിയേ, തീർച്ചയായും ഞാൻ പറയാണ്, നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു പൊരുത്തം അല്ലാഹു തരും, ഒരു ഐക്യമുണ്ടാകും, നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ഒരുമിച്ചിരുന്ന് കഴിച്ചു നോക്കി. ചില ആള് പറയും, ഞാൻ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും വരുന്നില്ല, അവനായിരിക്കും ആ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കണം, നിങ്ങളുടെ അനുജനെ ജ്യേഷ്ഠനെ കുടുംബത്തിൽ പോയി ഒരുമിച്ചിരുന്ന് കഴിക്കുക. വാക്കവി എങ്ങനെ പലതും പറയാം, അയാൾക്ക് തലയ്ക്ക് സുഖമില്ല, ഞാനങ്ങനെ, അവനായിരിക്കും ആ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അവരൊരുമിച്ചിരുന്ന് കഴിക്കാൻ വരൂല. സഹോദരിമാരെ, സ്ത്രീകൾ മാത്രം ഇരുന്ന് കഴിച്ചോ, അനിയത്തിയും ചേട്ടത്തി, സുബ്ഹാനല്ലാഹ്, അവരൊരുമിച്ച് കൂടിയാ വല്ലതും കഴിക്കുവോ? ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്നാണ്. രണ്ട് പെണ്ണുങ്ങൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുന്നു. അതുകൊണ്ട് പാത്രമൊക്കെ കത്തിപ്പോകണം, വെറുതെ പറയാതെ കാര്യമില്ല. നിങ്ങൾ നല്ല സ്ത്രീകളാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അനുജത്തിയും ജ്യേഷ്ഠത്തിയും മിത്തായും ഉമ്മായും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. നുണയൊന്നും പറയാതെ, ഫസാദു ഈബത്തൊന്നും പറയാതെ ബിസ്മില്ലാഹ് കഴിച്ച് ഇടയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യണൊക്കെ ദുആരൊക്കെ ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, എന്ത് രസമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഉമ്മയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം സഹാബികൾക്കുണ്ടായിരുന്നു. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ പരാതി, അദ്ദേഹം ഉമ്മയോടൊത്ത് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, വലിയ പരാതി. അതൊരു വലിയ കംപ്ലൈന്റ് ആണെന്ന് കണ്ടത്. നമ്മളൊക്കെ ആ പാത്രം എടുത്ത് ഉമ്മയുടെ തലക്കടിക്കുന്നു, അതൊന്നും നമുക്കൊന്നും വലിയ കംപ്ലൈന്റ് അല്ല. കൂട്ടുകാർ പറയും, കൊല്ലാത്തന്തറ ആ കിളവിയെ അടിച്ചിട്ട് വന്നു, ഞാനാണ് നീ കുത്തി കയറ്റെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ അന്ന് അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും ഉമ്മയുടെ പാത്രത്തിൽ നിന്ന്, ഉമ്മ കഴിക്കുന്നതോടൊപ്പം തന്നെ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഈ അടുത്ത സമയത്താണ്, പണ്ട് ചെറുതിലെ മോനെ അമ്പിളിയമ്മാവനെ നോക്കടാന്ന് ഉമ്മ പറയും. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോ നാക്കുമ്പോ തന്നെ ഉമ്മ ഭക്ഷണം തരും, കുറച്ച് ഭക്ഷണം ഉമ്മയും കഴിക്കും. അങ്ങനെ ഒരുമിച്ച് കഴിച്ചതല്ല. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ആരെങ്കിലും ഉമ്മയോടൊത്തിരുന്ന് ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക നോക്കട്ടെ. അത്രയും വലിയ സ്വാലിഹ്യങ്ങളുണ്ടോന്ന്. ആരുമില്ല. ഒരാളുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആ ഒരാളെ കാണാൻ നിങ്ങൾക്ക് എത്ര താല്പര്യമാണെങ്കിൽ ആ ഒരാള്, 2-3 പേരുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അദ്ദേഹം അതേക്കുറിച്ച് ഒരുപാട് വാചാലനായി എന്നോട് സംസാരിച്ച സഹോദരനാണ്. അല്ലാഹു ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗ്ഗം കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഭാര്യയോടത്തിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു കൈ പൊക്കാൻ പറഞ്ഞാൽ കൈയും പൊക്കും, ചിലപ്പോ കാലും പൊക്കും ഇവിടെ. കാരണം എന്താണെന്നറിയോ? അത് സംഭവം, അത് കളി വേറെയാ, അത് വേറെയാ. ഭാര്യയോടൊത്തില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. എന്തുമായിരുന്നു കല്യാണം കഴിഞ്ഞ വാടേ, അല്ലാ എന്തൊക്കെ ഗമയായിരുന്നു. ഭർത്താവിന്റെ പവറൊക്കെ കാണണം. വലിയ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ അല്ലേ, ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ, ഒരുമിച്ച് കുളിക്കുള്ളൂ, ഒരുമിച്ച് പല്ല് തേക്കുള്ളൂ, ഒരുമിച്ച് യാത്ര ചെയ്യുള്ളൂ, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ഭാര്യയെ കണ്ടിട്ട് തന്നെ കുറെ ആളായെന്നാണ്. കാണലുണ്ടോ? ഒരു റൂമിൽ തന്നെയാണോ? അല്ലാഹു അഅലം. ഓർമ്മ പോലും ഉണ്ടാവില്ല. അങ്ങനെ പോണു ഉസ്താദേ, കുഴപ്പമില്ല. ഒരു നിരാശ. കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, പടച്ചോനെ സുന്ദരിക്കോട്ടെ. ഇപ്പൊ ചോദിച്ചാലോ, അങ്ങനെ പോണു, ഒരു പരുവത്തിന് ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. എന്ന് ശരിയാവാ, മരിക്കുമ്പോ ശരിയാവും. എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് നമ്മുടെ മനസ്സിലത് പിടിച്ചേർത്ത. ഇതിവിടെ സൈക്കോളജിക്കലിന്റെ ക്ലാസ് ഒക്കെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ബഷീറഡാത്തിനെ പോലെയുള്ള ഇവിടെയൊക്കെ ക്ലാസ് വെക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാ, കുടുംബജീവിതം ഭദ്രമാക്കാനും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോ നമുക്കെന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോടൊത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുടുംബജീവിതത്തിൽ ഒരു ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനൊക്കെ വേണ്ടിയാണ്. ഉമ്മയോടൊത്തിരുന്ന് കഴിച്ചു നോക്കണം, വല്ലാത്ത സുഖമാണത്. അവർക്കൊരു വെറുപ്പ് നമ്മളെടുത്തില്ലല്ലോ. ഏതെങ്കിലും ഉമ്മമാരും മക്കളെ വെറുക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വെറുക്കാൻ കഴിയില്ല. ഈ കട്ട കൊണ്ടെന്നേറിഞ്ഞാലും എന്റെ കുഞ്ഞിനെ കാക്ക് നീ മന്നാനേ, നിന്യതയോടെ തഴഞ്ഞാലും എന്റെ കൽബിൽ നിറയെ മകനാണേ. തീക്കട്ട കൊണ്ടെറിഞ്ഞാലും, തീക്കട്ട കൊണ്ട് ഉമ്മയെറിഞ്ഞാലും
കഴിഞ്ഞാലും ഉമ്മ പറയുന്നു, അല്ലാ എന്റെ പൊന്നുമോന്റെ ശരീരത്തില് ഒരു തീപ്പൊരി പോലും വീഴാതെ നീ കാക്കണേ അല്ലാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ലോകത്തുമ്മാക്ക് മാത്രമല്ലേ കഴിയുകയുള്ളൂ. ഉമ്മയും ഉപ്പയും കരയുന്ന വീടുകൾ, നന്മ മരിക്കുന്ന ജഹിലിന്റെ കൂടുകൾ, എത്ര തളർന്നാലും വീണ്ടും ചിരിക്കുന്നു റഫുവാണേ മക്കൾ കലിവാണേ. കഴുത്തിൽ കയറിട്ട മറുനാലും മോനെ മോനെ എന്നല്ലാതെ വിളിക്കൂലേ. കനലിൽ ഇറങ്ങി നടന്നാലും മോനെ നെഞ്ചിന്റെ ചൂടിന ഗറ്റൂലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് എഴുതിയ വഴികളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈ പ്രിയപ്പെട്ട നൗഷാദ് വാക്ക് വീടുകയിട്ട് പാടി സന്തോഷിപ്പിച്ചു കൊടുത്ത വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞത്. എന്തറിഞ്ഞാലുള്ള ചെറുപ്പക്കാരാ, തീക്കട്ട കൊണ്ടിറങ്ങിട്ട് നടക്കാൻ പറഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മയെ നെഞ്ചിൽ പൊന്നുമോനെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് കനൽ കട്ടയിൽ ചവിട്ടി നടക്കുമ്പോഴും ഉമ്മ ആ പൊന്നുമോനെ നെഞ്ചിന്റെ ചൂട് കൊടുത്തിട്ട് സമാധാനിപ്പിക്കുകയാണ്. എന്റെ പൊന്നുമോനൊന്നും വരല്ല അല്ലാ, എന്റെ തങ്കക്കുടത്തിനൊന്നും വരല്ല അല്ലാ. എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോനെ മരണപ്പെട്ടു പോയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ നിന്ന് പൊട്ടുന്ന മനസ്സുമായിട്ട് എനിക്ക് ക്ഷമ തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പ് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞതല്ലാ, എന്റെ മുസ്താഖ് എന്ന പൊന്നുമോന് മരിക്കുന്നതിന് പകരം എന്നെ മരിപ്പിച്ചിരുന്നെങ്കിലല്ലാ എന്റെ പൊന്നുമോന് സങ്കടം വരില്ലായിരുന്നല്ലോ. അവന്റെ മകൻ മരിക്കുന്നതിന് പകരം എന്നെ നീ മരിപ്പിച്ചിരുന്നെങ്കിലല്ലാ എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞപ്പോ എന്റെ ഖൽബിൽ അല്ലാഹു തന്ന സമാധാനമാണ്. ഉമ്മമാരങ്ങനെയാണ്, എത്ര സ്നേഹിച്ചാലും മതിവരാത്ത നീരുറവയാണ് പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും നമ്മൾ ഒരു അധപകേടും കാണിക്കല്ലേ ചെറുപ്പക്കാരാ. വലാ തഖുല്ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാക്കുപോലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ നിങ്ങൾ പറയല്ലേ എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര കണിശമായ ശബ്ദത്തിലെന്നറിയോ. നമ്മുടെ സ്വർഗമടഞ്ഞു പോകുന്ന, നമ്മുടെ നന്മകൾ കത്തിക്കരിഞ്ഞു പോകുന്ന, നമ്മുടെ പുണ്യങ്ങളില്ലാതായി പോകുന്ന, നമ്മുടെ എല്ലാ സ്വർഗത്തിന്റെ അന്തരീക്ഷങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിവെക്കുന്ന ഒരു മഹാപാതകമാണത്. അതുകൊണ്ട് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ വന്ന് പരാതി പറയുകയാ, നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കുന്നയാളാണ്, നിങ്ങൾ വാപ്പയെ സ്നേഹിക്കുന്നയാളാണ്, പക്ഷേ നിങ്ങൾ ഉമ്മയുടെ അടുത്തിരുന്ന് ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖാഫു അൻ തസ്ബഖ യദയ്യ യദഹാ ഇലാ മാ തസ്ബിഖു ഇലൈഹി ഐനാ. എന്റെ ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം ഉമ്മ എടുക്കുന്നതിന് മുമ്പ് അറിയാതെ ഞാൻ എടുത്തു പോകുമോ എന്ന പേടി കൊണ്ടാ ഒരുമിച്ചൊരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് ആ ഭക്ഷണം എടുക്കണമെന്ന് കരുതിയിട്ട് ഉമ്മ എടുക്കാൻ വേണ്ടി കൈകൊണ്ടുവരുമ്പോ അറിയാതെ എന്റെ ഉമ്മ ആഗ്രഹിച്ചു പോയ ഭക്ഷണം എന്റെ ഉമ്മ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു പോകുമോ എന്ന പേടിയാ. അതുകൊണ്ടാണ് ഞാൻ ഉമ്മയോടൊപ്പിരുന്ന് ഭക്ഷണം കഴിക്കാത്തതെന്ന് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ കാഞ്ഞങ്ങാട് വന്നിരിക്കുന്നവരെ, നിങ്ങൾ ഉമ്മയോടൊപ്പിരുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് സങ്കടം വരൂല. നിങ്ങൾ ഉമ്മാടെ അടുത്ത് വന്ന് ഉമ്മാക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമം വരൂല. പിന്നെയോ എപ്പോഴാണ് ഉമ്മാക്ക് സങ്കടം വരുന്നതെന്നറിയോ? മാതാപിതാക്കൾക്ക് വേണ്ടത് പരിഗണനയാണ്. അവർക്ക് വേണ്ടത് പരിഗണനയാണ്, പൈസയില്ല. 17 വർഷം കൊണ്ട് ഗൾഫിൽ ഫാമിലിയായി കഴിയുന്ന സഹോദരൻ, ഞാൻ ആ സഹോദരൻ ചോദിച്ചു, നാട്ടിൽ പോലില്ലേ? ആ സഹോദരൻ പറഞ്ഞു, ഭാര്യ മക്കളൊക്കെ ഇവിടെ അല്ലേ ഉസ്താദേ, പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയോ? ഉമ്മ നാട്ടിലായിരുന്നു, കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. 16 വർഷം ഉമ്മയെ കാണാതെ ഗൾഫിൽ നിന്നു ആ സഹോദരൻ. 16 വർഷം.
മരണപ്പെട്ടപ്പോ നാട്ടിൽ വന്നു. 16 വർഷം ഉമ്മയെ കാണാതെ നാട്ടിൽ നിന്നു പ്രിയപ്പെട്ട സഹോദരൻ. 16 വർഷം. മക്കളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഉമ്മയുടെ മനസ്സിനകത്ത് സങ്കടം ഉണ്ടാവില്ല. അവനവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവന് സങ്കടമൊന്നുമില്ല. പക്ഷെ ഉമ്മയുടെ മനസ്സിൽ എന്റെ മോൻ എന്നെ കാണാൻ വന്നതിൽ ഇത്രയും വർഷമായില്ലേ, അകന്ന് കഴിയുമ്പോൾ ഒരു അകൽച്ച തന്നെയല്ലേ, നമ്മൾ ചിന്തിക്കൂല. ആരെങ്കിലും ചോദിക്കുമ്പോ ഉമ്മ പറയും അവനവിടെ നല്ല ജോലിയാണ്, വരാനൊന്നും കഴിയൂല, അറബിയായിട്ട് അടുത്ത ബിസിനസ്സൊക്കെയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞ് ഉമ്മ സമാധാനിക്കുമെങ്കിലും ആ മനസ്സ് ചിലപ്പോൾ നീറുകയായിരിക്കും. നമ്മൾ കൊടുക്കേണ്ടത് എന്താ? ഈ അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടത് പരിഗണനയാണ്. പരിഗണന നമ്മൾ കൊടുക്കേണ്ടത് പരിഗണനയാണ്. ഇപ്പോ അഷ്റഫ് എന്ന് പറയുന്ന ഒരു നല്ല മകൻ മൂസ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഉപ്പാക്ക് നല്ല പരിഗണന കിട്ടുന്നുണ്ട്. ഈ സമുദായത്തിൽ വാപ്പ മരിച്ചുപോയെങ്കിലും വാപ്പയുടെ പേര് നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 100 ഹദിയ ഒരുമിച്ച് ചെയ്യുന്ന പരിപാടി MB മൂസ എന്ന് പറയുന്ന സഹോദരൻ തന്റെ 47 വയസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. 47 വയസ്സല്ല മരിക്കുമ്പോൾ, 47 വയസ്സിനകത്ത് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എത്രയോ കാര്യങ്ങൾ. 10-25 വയസ്സൊക്കെ പ്രായമാകുമ്പോൾ എത്രയോ സംഘടനകളുടെ തലപ്പത്താണ്, എത്രയോ സ്ഥാപനങ്ങളുടെ തലപ്പത്താണ്, എത്രയോ കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ. ഞാനിവിടെ ആദ്യം വരുന്ന സമയത്ത് എന്നെ മൗവൽ അഷ്റഫ് സാഹിബാണ് ABM അഷ്റഫ് സാഹിബിനെ പരിചയപ്പെടുത്തുന്നത്. അന്ന് വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുമ്പോൾ അഷ്റഫ് സാഹിബ് ഇവിടെ ഇല്ല, അബുദാബിയിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പയെ കുറിച്ച്, ഉപ്പയുടെ ജീവിത കാര്യങ്ങളെ സംബന്ധിച്ചും അന്നുണ്ടായിരുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ ഒരുപാട് നാട്ടുകാർക്ക് അറിയുന്ന പല ചരിത്രങ്ങളും ഇവിടെ സുവനീറൊക്കെ അവരിറക്കി അതിനകത്തൊക്കെ ധാരാളം പറയുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ ബർസഖ് ജീവിതം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ കാലാകാലം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചവരാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അവരെ ഇങ്ങനെ അള്ളാഹു ഒരു തീരുമാനം വരുമ്പോൾ ഒരു കാരണമുണ്ടാക്കി അള്ളാഹു കൊണ്ടുപോവാണ്. പരിഗണനയാണ് നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ആവശ്യം, പൈസയല്ല. നിങ്ങൾ എല്ലാ മാസവും കുവൈറ്റിൽ നിന്നും ഇറാഖിൽ നിന്നും സൗദിയിൽ നിന്നും മസ്കറ്റിൽ നിന്നും വാപ്പാക്ക് 50,000 അയച്ചു കൊടുക്കുന്നു പറഞ്ഞെന്ന് അതൊന്നും പരിഗണനയില്ല. പരിഗണന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വാപ്പാടെ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും പെരുന്നാളിന് ഉമ്മയെ കാണാതെ എനിക്കെന്ത് പെരുന്നാളാന്നോ ഉമ്മയുടെ മുഖത്ത് നോക്കി പറയുന്ന മോനെ ഉമ്മാക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് പെരുന്നാളിന് മക്കൾ വാപ്പാക്കും ഉമ്മാക്കും അയച്ചു കൊടുക്കുന്നത് എന്താണ്? ഈദ് മുബാറക് മൊബൈലിലൂടെ. ഉമ്മ രാവിലെ എടുത്ത് നോക്കുമ്പോ ഉമ്മ മൂത്ത മോനെ വിളിച്ചോ? ഇല്ലല്ല, അവൻ ഈദ് മുബാറക് അയച്ചിട്ടുണ്ട് രാവിലെ, കഴിഞ്ഞു, എന്റെ പെരുന്നാൾ കഴിഞ്ഞു. ഉമ്മയോടത്തുള്ള പെരുന്നാൾ മറന്നുപോയ കാഞ്ഞങ്ങാട്ട മക്കളെ, വാപ്പയോടത്തുള്ള പെരുന്നാൾ മറഞ്ഞുപോയ കാഞ്ഞങ്ങാട്ട മക്കളെ, ആ കുടുംബജീവിതത്തിന്റെ മധുരം നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ. ആ ഒത്തൊരുമയുടെ മഹാത്മ്യം നിങ്ങൾ തകർത്തെറിഞ്ഞു കളയല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും തരണേ അല്ലാ. പരിഗണനയാണ് അവർക്ക് ആവശ്യം. നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്നു, കാസർഗോഡ് ജില്ലയിൽ ഒരു 10 സെന്റ് വസ്തു നിങ്ങൾ വാങ്ങി. ആദ്യം നിങ്ങൾ പറയേണ്ടത് ആരോടാണ്? വേദനയോടെ നിങ്ങളെ പ്രസവിച്ച ഉമ്മയുടെ അടുത്ത് പോയിട്ട് പറയണം, ഉമ്മ ഞങ്ങൾ വീട് വെക്കാൻ പോകുന്നു, ഉമ്മ ഒരു ചെറിയ വസ്തു വാങ്ങി, ഉമ്മ നിങ്ങൾ ദ്വാരക്കണമെന്ന് ഉമ്മയോട് പറഞ്ഞതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഒരു നഷ്ടവും നിനക്ക് വരാൻ പോകുന്നില്ല. വാപ്പയോട് പറയണം, വീട് വെക്കാൻ പോകുന്നു, വീടിന് കുറ്റിയടിക്കാൻ തങ്ങൾ വരുന്നു, വാപ്പ കൂടി വരണം, ഉമ്മ കൂടി വരണം. എന്റെ വീട് താമസമാകാൻ പോകുന്നു, എന്റെ വീടിന്റെ ചാവി ഉമ്മ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം, ഉമ്മ ആ വീടിന്റെ താമസത്തിന്. ഇതൊക്കെ നമ്മൾ പറയണ്ടേ? ഭാര്യ ഉമ്മയെയും ചേർത്ത് കൊണ്ടുപോകണം. ചില ഉമ്മമാര് വലിയ പ്രശ്നമാണ്, പറയാതിരിക്കാൻ പറ്റൂല, വലിയ പ്രശ്നമാണ് ചില ഉമ്മമാര്. അതുകൊണ്ടാണ് ഈ മരുമക്കൾ പറയുന്നത്, ഭർത്താവ് പറയും എവിടെ പോവാ നിങ്ങള്? അപ്പൊ ഭർത്താവ് പറഞ്ഞ ഉമ്മയോട് പോയി പറയട്ടെ, ഞങ്ങൾ വസ്തു വാങ്ങാൻ പോണ കാര്യം ഉമ്മയോട് പറയട്ടെ. അപ്പൊ ഭാര്യ പറയും, നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട് മനുഷ്യ, എല്ലാം ഉമ്മാരെടുത്ത് പോയി പറഞ്ഞ വസ്തു വാങ്ങാൻ പറ്റുമോ? ഉമ്മ നാട് മൊത്തം പോയി പറയൂലേ, ആകെ ഫിത്തിന ഉണ്ടാവൂലേ, ആ വസ്തു വേറെ കച്ചവടക്കാർ കൊണ്ടുപോലേ, എന്തൊരു വന്നാലും എന്ന് പറഞ്ഞ് ഭാര്യ പറയുന്നതോടുകൂടി അവൻ സ്റ്റോപ്പ് ചെയ്യും. എന്നാ ഇവൻ പറയണ്ടേ, ഞാൻ ഉമ്മയോട് പറയാൻ പോവല്ലേ, ഇനിയിപ്പോ നീ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണില്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അറിയാതെ ഉമ്മ അടുത്ത് പോയി പറയണം. അങ്ങനെയൊക്കെ മക്കൾ നമ്മുടെ അടുത്ത് തന്നെ വേണം. അവര് പണം ചെലവഴിക്കുന്നൊരു ഇഷ്ടമില്ല, അവർ യാത്ര പോകുന്നൊരു ഇഷ്ടമില്ല, അതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചില ഉമ്മമാരെങ്ങനെയാണ്, വലിയ പ്രശ്നമാണ്.
മക്കളും മോനും മരുമോളും എവിടെ പോയാലും ഉമ്മയും കൂടി ചുരിദാറും എടുത്ത് കയറ്റി കൊണ്ടിറങ്ങി ചെല്ലും കൂടെ, ഞാനും വരണം മാനാ. അപ്പോ മക്കള് പറയും, ഉമ്മ ഈ വയസ്സുകാലത്ത് ഞങ്ങൾ പോണത് വീഗാലാൻഡിലാ, ഉമ്മ അതിന്റെ മോളിൽ കയറി മറിഞ്ഞുവിടും, ഉമ്മയുടെ കാറ്റ് പോകും. മരുമോളി ചിലപ്പോൾ പറയും, കൊണ്ടുപോകാം, മരിക്കണമെങ്കിൽ മരിക്കട്ടെ, കയറ്റി വിടാം നമുക്കെന്ന് പറയാം. ചില മരുമോൾ അങ്ങനെയും പറയും. ഇതെങ്ങനെ, കാരണം എന്താണെന്നറിയോ, ആ സമയമാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വിപ്രാളം അറിയുക. എന്നാൽ യവൻ എന്ത് ചെയ്യണം? നിങ്ങൾ യാത്ര വയ്ക്കോ, വല്ലപ്പോഴും ഉമ്മയോട് പറയണം, ഉമ്മ ഇന്ന് നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. ഉമ്മ പറയും, ശരി മക്കളെ. ഉമ്മ പെട്ടെന്ന് ഒരുങ്ങി തയ്യാറായി വരും. വലിയ വണ്ടിക്കകത്ത് ഭാര്യയും മക്കളും ഉമ്മായും ഉപ്പായും ഉമ്മുമ്മായും ഉപ്പുപ്പായും എല്ലാവരും കയറട്ടെ, കൊണ്ടുപോയി നല്ല അടിപൊളി ഹോട്ടലിൽ, തട്ടുകടയിൽ കൊണ്ടുപോകരുത്, കുടുംബകലം വീണ്ടും കൂടെ ഉള്ളൂ, നല്ല അടിപൊളി ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല സുഭിക്ഷമായ ഭക്ഷണം. ഉമ്മയോട് പറയണം, ഉമ്മക്ക് എന്താ വേണ്ടത്? മട്ടൻ ലിവർ വേണോ, മട്ടന്റെ കാല് വേണോ, തല വേണോ, എന്താ ഉമ്മക്ക് കഴിക്കാൻ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പറയുമ്മ, എൻ്റെ അടുത്ത് പറയുമ്മ, ഞാൻ വാങ്ങിത്തരാം, ഞാൻ ഉമ്മയുടെ പൊന്നുമോനല്ലേ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞേ ആ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഒരു പക്ഷെ അവിടെ ഇരുന്ന് കരയും. അന്ന് വരെ നിങ്ങളോട് കാണിച്ച എല്ലാ വെറുപ്പും ഉമ്മ അവസാനിപ്പിക്കും. ഉമ്മയുടെ കണ്ണ് നിറയും. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കും. ഉമ്മ എന്തോ വിചാരിക്കട്ടെ, ഒരു പ്രാവശ്യം മരുമക്കളായ നിങ്ങൾ ഭർത്താവിനെ നിർബന്ധിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്ക്, നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോ നിങ്ങളുടെ ഉമ്മയെ കൂടെ കൊണ്ടുപോവാ, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ ഭർത്താവ് അപ്പോൾ തന്നെ നെഞ്ചുവനെ ഒന്ന് മരിക്കുകയും ചെയ്യും. എന്റെ ഉമ്മയെ കൊണ്ടുപോകാന്നോ? ഇടി നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലല്ലേ, അമ്മ കൊണ്ടുപോവാ. അള്ളാഹു എന്റെ ഭാര്യക്ക് ശൈത്താൻ കുടിയെന്ന് തോന്നുന്നു റബ്ബേ, അവൾ എന്തൊക്കെ വിച്ചുമ്പോഴും പറയാം, ജീവിതത്തിൽ എന്റെ ഉമ്മയുടെ മുഖത്ത് വെക്കാത്ത ഭാര്യ ടൂറിന് പോകുമ്പോ കൊണ്ടുപോകാന്ന് പറയാം. അങ്ങനെ പറയണം നിങ്ങൾ. നമ്മൾ ഉമ്മയാവൂലേ, നമ്മൾ ഉമ്മുമ്മയാവൂലേ? നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ നല്ല സ്ത്രീകളല്ലേ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവരല്ലേ. ഭർത്താവിന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ, നമ്മുടെ വാപ്പ, എല്ലാവരും ഒരുമിച്ചാവട്ടെ. സന്തോഷമുള്ള യാത്ര. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, അങ്ങനെ ഒരു കുടുംബ ജീവിതം നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. മക്കളവർക്ക് പരിഗണന കൊടുക്കണം. വീട് വെക്കുമ്പോ എന്റെ വീടിന്റെ ഒരു ഭാഗത്തും മാക്ക് സ്ഥലം കൊടുക്കണം. വീട്ടിന്റെ വേലക്കാരിക്ക് കൊടുക്കുന്ന പോലെയല്ല, വേലക്കാരന് കൊടുക്കുന്ന പോലെയല്ല. അള്ളാഹുവേ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാനെ? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ്? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരാണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ബലദികദാ തജിദു റജുലാ, ഞാൻ പറഞ്ഞു തരുന്ന ഒരു സ്ഥലത്തേക്ക് നീ ചെല്ലുക, അവിടെ ഒരു യുവാവിനെ നിനക്ക് കാണാം, അവനാണ് സ്വർഗത്തിലെ നിന്റെ കൂട്ടുകാരൻ. മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ? എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ഇപ്പൊ ജീവിച്ചിരിക്കുകയാണോ? അള്ളാഹു പറഞ്ഞ സ്ഥലത്തേക്ക് മൂസാ നബി കാണാൻ ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരനാണ്. വലിയ ഒരു സഞ്ചിയിലുണ്ടാക്കിയ പെട്ടി ആ യുവാവിന്റെ കയ്യിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ആ സഹോദരനെ ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ മൂസാ നബിയാണെന്ന് മൂസാ നബി പറയാൻ പോയില്ല. ആ യുവാവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. അതിഥികളെ സ്വീകരിക്കുന്നതിന് വലിയ പുണ്യം കൽപ്പിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ബഹുമാനപ്പെട്ട മൂസാ നബിയെയും കൊണ്ട് അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് പെട്ടി തറയിൽ വെക്കുന്നില്ല, തോളിൽ ചുമന്നുകൊണ്ടാണ് നടന്നു പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ ചെറിയ വീട്ടിന്റെ അകത്ത് കിടത്തിയിരുത്തി പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. മൂസാ നബി അലൈഹിസ്സലാം കഴിക്കാൻ തുടങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഈ പെട്ടിയുടെ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നിട്ട് അകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഏതെങ്കിലും മൃഗങ്ങളാണോ, പൂച്ചയോ മൃഗങ്ങളോ മറ്റോ ആണോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതെന്തിനാണ്? പുറത്ത് ആരോ വന്നപ്പോൾ ആരാണെന്ന് നോക്കാൻ ഈ യുവാവ് പുറത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഈ പെട്ടി എങ്ങോട്ട് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രായാധിക്യത്തിന്റെ പടുകുഴി വീണുപോയ ഉമ്മയും ഉപ്പയുമാണ്. കണ്ണുകുഴിയിൽ വീണുപോയവരാണ്, തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോയവരാണ്. മൂസാ നബി ചോദിച്ചു, നിങ്ങളാരാണ്?
ആ ഉമ്മയും വാപ്പയും പറഞ്ഞു, ആ പോയത് ഞങ്ങളുടെ മകനാണ്, അവൻ എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, അവൻ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് നടക്കുന്നതെന്നറിയോ? ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഈ വീട്ടിന്റെ അകത്ത് ഞങ്ങളെ ആക്കിയിട്ട് പോയാൽ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അവന് കൂടെ കൊണ്ടുപോവുകയാണ്. അവൻ വെള്ളം കുടിക്കുമ്പോ നമുക്കും വെള്ളം തരും, അവൻ ഭക്ഷണം കഴിക്കുമ്പോ നമുക്കും ഭക്ഷണം തരും, അവൻ വസ്ത്രം ധരിക്കുമ്പോ നമുക്കും വസ്ത്രം തരും, അവൻ വിശ്രമിക്കുമ്പോ നമ്മളും വിശ്രമിക്കും. എവിടെ പോയാലും ഞങ്ങൾ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവര് ചോദിക്കുന്നു, അതല്ല ഇതൊക്കെ ചോദിക്കാം നിങ്ങളാരാണ്? പെട്ടെന്ന് മൂസാ നബി പറഞ്ഞു, അന കലീമുല്ലാഹി മൂസാ, ഞാൻ മൂസാ നബിയാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മയും ഉപ്പയും ഫതബസ്സമാ, രണ്ടുപേരും പുഞ്ചിരിക്കുകയാണ്. ഫതഖബ്ബല, രണ്ടുപേരും മൂസാ നബിയുടെ കയ്യിൽ മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് നിങ്ങളെ കാണണമെന്നൊരു ജീവിതത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു തങ്ങളെ. അത് പറഞ്ഞു പറഞ്ഞ് ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോവുകയാണ്. ഉമ്മയുടെ വാപ്പയുടെ ഈ ഞരങ്ങലിന്റെ ശബ്ദം കേട്ട് വീടിന് പുറത്തു പോയ പൊന്നുമോനകത്ത് വരികയാണ്. എന്ത് സംഭവിച്ചു പോയി? മൂസാ നബി പറഞ്ഞു, ഉമ്മയും വാപ്പയും മരിച്ചുപോയി. ആ യുവാവ് പറഞ്ഞു, നിങ്ങൾ മൂസാ നബിയാണല്ലേ, നിനക്കെങ്ങനെ മനസ്സിലായി? ആ യുവാവ് പറഞ്ഞു, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവര് മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ കാണണമെന്നാണ്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തിരുന്നതല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മായുപ്പായെ മൂസാ നബിയെ കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. എന്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് എന്റെ ഉമ്മ എന്നോട് ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മൂസാ നബിയെ കാണാൻ ഉമ്മയുടെ ദുആ കൊണ്ട് പൊന്നുമോന് കഴിഞ്ഞു പോയെങ്കിൽ, ആ മോന്റെ ദുആ കൊണ്ട് ഉമ്മാക്ക് കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് ആവശ്യമെന്താ? ഉമ്മയെ സ്നേഹിക്കുന്നതിലൂടെ, വാപ്പയെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെ എത്താനാ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്ന് ഹൗദുൽ കൗസർ കുടിക്കാനാണ്. എന്റെ വേദനയോടെ പ്രസവിച്ച ഉമ്മാക്കും എന്റെ വാപ്പാക്കും നാളെ മുത്തറസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാ. എന്റെ പ്രസംഗ ജീവിതത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാഥാ നീ ഭാഗ്യം തരണേ അല്ലാ. എത്രയോ പ്രസംഗം കൊണ്ട് യതീമീങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടല്ലോ, എത്രയോ പ്രസംഗം കൊണ്ട് പാവപ്പെട്ടവരുടെ അറബി കോളേജിന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ, എത്രയോ പ്രസംഗം കൊണ്ട് അറബി കോളേജുകൾ, നൂറുകണക്കിന് ആഫിലിയങ്ങള്, പാവപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ ഭവനങ്ങള്, നൂറുകണക്കാറ് അനാഥ പെമ്മക്കളുടെ കല്യാണങ്ങള്. അല്ലാഹുവേ, അതെല്ലാം എത്രയോ പ്രഭാഷണം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലല്ല, അതിനെല്ലാം പകരം നാള് ഞങ്ങളുടെ കരളിന്റെ കഷണമായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ ഈ പ്രസംഗ ജീവിതത്തിന് പകരം നീ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തറസൂലിന്റെ മുമ്പ് വന്ന രണ്ട് പരാതി കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആരക്കാൻ. രണ്ട് പരാതി, ഒന്ന് ഉമ്മയെ കുറിച്ച് വന്ന പരാതി, മറ്റൊന്ന് വാപ്പയെ കുറിച്ച് വന്ന പരാതി. ആ രണ്ട് പരാതിയും കേൾക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സ് പൊട്ടിപ്പോകുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് ഖുർആനിന്റെ ദുആയില്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അത് 11 പ്രാവശ്യം ഇവിടെ പാരായണം ചെയ്യുക. ഈ സ്വർഗീയ ആരാമവിടം പിരിഞ്ഞു പോകുമ്പോ, ഈ സ്വർഗീയ ആരാമവിടം അസ്തമിക്കുമ്പോ അത് 11 പ്രാവശ്യം ഓതി ചങ്ക് പൊട്ടിക്കരന്ന് നിലവിളിച്ചു ദുആരക്കണം. ആ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോരുത്തരും നിയ്യത്ത് ചെയ്യുക. എന്റെ ഉമ്മാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുആ, എന്റെ വാപ്പാക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദുആ, എന്റെ മാതാപിതാക്കൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരമോന്നതമായ സരസിന്റെ ദുആ, ഈ തിങ്ങി നിറഞ്ഞ് തടിച്ചുകൂടി നിൽക്കുന്ന ഹദിയ എന്ന പ്രസ്ഥാനത്തെ കോരിത്തെരിപ്പിക്കുന്ന, അത്ഭുതത്തിന്റെ പാരമ്യതയിലെത്തിക്കുന്ന ഈ ജനസാഗരത്തിൽ തടിച്ചുകൂടി
കൂടിയ ഉമ്മമാരുപ്പമാര് മുത്തഅല്ലിമീങ്ങൾ ഖൽബ് നൊന്തുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് ദുആരക്കുമ്പോ രക്ഷപ്പെടുന്നത് നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ വാപ്പയാണ്, നമ്മുടെ മക്കളാണ്. അൽഹംദുലില്ലാഹ്. ആ രണ്ട് ചരിത്രവും ആ ദുആയും വരുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയുകയാണ്, ഹദിയ എന്ന സംഘടന നിങ്ങളുടെ പണം പിരിച്ചിട്ട് പൊട്ടടിക്കുന്നവരല്ല, സ്വന്തം കീശ വീർപ്പിക്കുന്നവരല്ല, സ്വന്തം കുംഭ വീർപ്പിക്കുന്നവരല്ല. അൽഹംദുലില്ലാഹ്. കാഞ്ഞങ്ങാടിന്റെ ചരിത്രത്തെ മാറ്റി എഴുതിയിട്ട് ഹദിയ എന്ന് പറയുന്ന ഒരു സുന്ദരനായി ചമഞ്ഞൊരുങ്ങിയിട്ട് പാവപ്പെട്ടവന്റെ വേദന മാറ്റാ, പൊട്ടിക്കരയുന്നവന്റെ കണ്ണീരപ്പാ ആ പ്രിയപ്പെട്ട സംഘടന ഇറങ്ങി നടക്കുമ്പോ അത് കണ്ടില്ലെന്ന് വെക്കല്ലേ ചെറുപ്പക്കാരാ. അൽഹംദുലില്ലാഹ്. ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു മനോഹരമായ പദ്ധതി കൂടി ഹദിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കുലൂ തക്ബീർ. ഒരു കാലഘട്ടത്തിൽ മുഴുവനും പുഞ്ചിരി കൊണ്ട് കേരളത്തിന്റെ മനുഷ്യത്വത്തെ മുഴുവനും ആവാഹിച്ചെടുത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ബൈത്തുർ റഹ്മ അല്ലാഹു കൊടുത്ത സമ്മാനമായതുപോലെ എത്ര പാവപ്പെട്ടവരാണ് വീട്ടിന്റെ അകത്ത് കഴിയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ശിഹാബ് തങ്ങളുടെ പേരിൽ വെച്ചുകൊടുത്ത ബൈത്തുർ റഹ്മയിൽ നിന്നാണ് ഭക്ഷണം ഒരുക്കിയത്. ആ വീട്ടിന്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൻ വന്ന് പറഞ്ഞത്, ഞാൻ യതീമാണ് ഉസ്താദേ, എനിക്ക് വാപ്പയില്ല. വാപ്പയുള്ള സമയത്ത് ഞങ്ങൾ കടത്തിണ്ണയിലാണ്. അല്ലാഹുവേ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണ്ട. എന്റെ ഉമ്മയുടെ കണ്ണീര് തീർന്നത് ഈ മനോഹരമായ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള വീട്ടിൽ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഈ വീടിന് കല്ല് വാങ്ങിക്കൊടുത്ത, സിമന്റ് വാങ്ങിക്കൊടുത്ത, ഈ വീടിന് സഹായം ചെയ്തവർക്ക് ഉസ്താദ് എന്നും ദ്വാരക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഒരു ഉസ്താദ് വന്ന് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ യതീമായ കുട്ടി പറഞ്ഞപ്പോ ഖൽബ് നൊന്തുപോയി. അരിഞ്ഞാലുകാരാ, ഖൽബ് വെന്തുപോയി അരിഞ്ഞാലുകാരാ. ഇവിടെ ഹദിയ കൊടുക്കുന്ന സമ്മാനമാണ് ബൈത്തുൽ ഹംദ്. അൽഹംദുലില്ലാഹ്. കാസർഗോഡ് ജില്ലയിലാണ് വീടില്ലാത്തവരുടെ ഒരുപാട് വീഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത്. ഒരുപാട് വീഡിയോ ക്ലിപ്പ്. ചില ക്ലിപ്പ് കാണുമ്പോൾ നേരിട്ട് അവിടെ വന്നൊരു വീട് വെച്ചു കൊടുത്താൽ എന്തെന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷേ ഞാൻ വരൂല. ഒരു പ്രാവശ്യം വന്ന് എന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല, അതുകൊണ്ട് ഞാൻ വരൂല. കാസർഗോഡ് ജില്ലയിൽ വീട് വെക്കാനായിട്ട് ഞാൻ വരൂല. എന്റെ നാട്ടിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എന്നെ പഠിപ്പിച്ചതാണത്. അടുത്ത ഡിസംബർ 31 ഇൻഷാ അല്ലാഹ് 100 കണക്കിന് കുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ മേൽനോട്ടത്തിലാണ്. ഇതിൽ 3-4 കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് കൊടുക്കുക. ബാക്കിയുള്ളവരെ ഫോണിലൂടെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഒരു 5 പവനും 2 ലക്ഷം രൂപയും അല്ലെങ്കിൽ 10 പവനും 1 ലക്ഷം രൂപയും പാവപ്പെട്ട കുട്ടികളെ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് എന്റെ നാട്ടിൽ വെച്ച് കൊടുക്കും. എന്റെ നാടിപ്പോ പഴയതുപോലല്ല. ഞാൻ കാസർഗോഡ് കുറെ കാലം വരാതിരുന്നപ്പോ ആ പ്രവർത്തനം മുഴുവനും ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപിപ്പിച്ചു. എത്രയോ കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒരുപാട് യതീമിങ്ങളുടെ കല്യാണം, വീട് വെച്ചു കൊടുക്കൽ, രോഗികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആതുരാലയം തന്നെ അൽഹംദുലില്ലാഹ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് കുറെ രോഗികൾ, ആരുമില്ലാത്തവർ, ഞങ്ങൾ അവർക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. അവരടുത്തിരുന്ന് ഭക്ഷണം ഞാനും എൻ്റെ ഭാര്യയും മക്കളും അവരടുത്തിരുന്നിട്ട് പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് തൃപ്തിയാണെന്നറിയോ, എന്ത് സന്തോഷമാണെന്നറിയോ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ചെയ്യാൻ. ഇവിടെ എത്രയോ ക്ലിപ്പ് ഞാൻ കണ്ടു, വീഡിയോ ക്ലിപ്പ് അല്ലേ. 4 മക്കളുള്ള വെറും കറുത്ത ടാർപ്പ കെട്ടിയിട്ട് ജീവിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു ക്ലിപ്പ് ഈ അടുത്തൊക്കെ ചാനലിലൂടെ വന്നതൊക്കെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പ്രചരിച്ചു. 4 മക്കള്. ആലോചിച്ച് നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട ഉമ്മ അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ 30 വയസ്സ്, 25 വയസ്സ്, 27 വയസ്സ് അങ്ങനെയുള്ള മക്കളാണ്. ഒരു കിടക്കാടമില്ല. പട്ടി വന്ന് കടിച്ചാൽ പോലും ചോദിക്കാൻ ആളില്ല. രാത്രി ഒരു കള്ളം വന്ന് ഈ മക്കളെ എടുത്തുകൊണ്ട് പോയാലും ആ ഉമ്മാക്കും ഉപ്പാക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. കുറെ യുവാക്കൾ ഒരു സംഘടനയൊക്കെ രൂപീകരിച്ച് അക്കൗണ്ടൊക്കെ തുടർന്ന് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, കാഞ്ഞങ്ങാടിന്റെ അരിഞ്ഞാലിന്റെ പരിസരത്ത് അങ്ങനെ ഒരു ക്ലിപ്പ് ഇറങ്ങാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കാൻ പറ്റും. കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 10-15 കിലോമീറ്റർ ഇച്ചിരി വനാന്തരത്തിലൊക്കെ കയറി പോകുമ്പോ അവിടെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇപ്പോഴും SSLCക്ക് പഠിക്കുന്ന മക്കളുണ്ട്. വീടിന് അടപ്പില്ല, ബാത്റൂം തുറന്നതാണ്, ടാർപ്പയും തുണിയും കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. 1 വർഷം കഴിഞ്ഞിട്ടില്ല.
അവിടെ ഒരു വീടിന് 2 ലക്ഷം രൂപ കൊടുത്താൽ മതി. അവര് പറയണു ഞങ്ങൾക്ക് സന്തോഷമായി സാറേ, 2 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് മറച്ചെടുക്കട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ പേരെന്താണ്? മറ്റേ നമ്മുടെ പ്രസിഡന്റ് പോയി കുഞ്ഞുമൊയ്തീൻ സാഹിബ് എന്നോട് പറഞ്ഞു, ഇവിടെ വിജ്ഞാനത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇവിടെ അധിക പൈസ പിരിച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വീട് വെക്കാനുള്ള പാർപ്പിട ഭദ്രത ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ഒരാൾക്കൊരു വീട് വെച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് 6 ലക്ഷം രൂപ ഇതല്ലാതെ പിരിച്ചിട്ടാണ്, ഇതിന്റെ അകത്തല്ലാതെ പിരിച്ചിട്ടാണ് അവർ ചെയ്തു കൊടുത്തിരുന്നത്. അവരെ കൊണ്ട് സാധിക്കും. ഞാൻ ഉറപ്പ് പറയാണ്, അവരെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഇത്രയും ആളുകൾ, ഒരാളൊരു 2000 രൂപ വെച്ച് കൊടുത്താൽ എത്ര വീട് ഇവിടെ വെക്കാൻ പറ്റും? ഒരാളൊരു 2000 രൂപ വെച്ച് കൊടുത്താൽ എത്ര വീട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും? ഒരു യതീമായ കുടുംബത്തിന്, വിധവയായ കുടുംബത്തിന്, ആരുമില്ലാത്തവർക്ക് ഒരു തണലിടം ഒരുക്കി കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വടകരയിൽ, കണ്ണൂർ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴുള്ള വടകരയിൽ ഫാത്തിമ നിസ എന്ന് പറയുന്ന 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇപ്പൊ നാദാപുരത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് ഹൈദരലി തങ്ങളും പ്രസംഗത്തിന് ഞാൻ ചെന്നപ്പോ 4 മണിക്ക് ഞങ്ങൾ ചായ കുടിക്കുന്ന വീട്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഫാത്തിമ നിസ എന്ന മോളെ കൊണ്ടുവന്നു. ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാ. ചിലപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും ഇന്നും ഉസ്താദ് ഞങ്ങൾക്ക് ചിലപ്പോൾ ദ്വാരക്കും, അതുകൊണ്ട് ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് ലൈവായി ചിലപ്പോ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയാൻ. നമ്മുടെ അവസ്ഥ എപ്പോഴാണ് മാറി മറിയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ സഹോദരന്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല. ഉസ്താദ് തിരുവനന്തപുരം വള്ളക്കടവിൽ ജോലി ചെയ്യുമ്പോ എന്റെ മോളെയും കൊണ്ട് ഞാൻ RCCയിൽ വന്നതാണ്. മോളെ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, മിണ്ടല്ല ഉസ്താദേ, ചികിത്സയെല്ലാം കഴിഞ്ഞു. RCCയിൽ നിന്ന് എന്റെ മോളെ മടക്കി വിട്ടു. ഇനി എന്റെ പൊന്നുമോൾക്ക് ചികിത്സയില്ലെന്ന് പറഞ്ഞു. എറണാകുളത്ത് വലിയ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്റെ പൊന്നുമോൾക്ക് ഇനി ചികിത്സയില്ലെന്ന് പറഞ്ഞു. ഇനി ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അണുക്കൾ നശിക്കില്ല എന്ന് പറഞ്ഞു. 6 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന് കാര്യങ്ങൾ അറിയാനുള്ള പ്രായമായല്ലോ, അതിനുള്ള പക്വതയായല്ലോ. അതുകൊണ്ട് അല്ലാഹ് ആ പ്രിയപ്പെട്ട പൊന്നുമോക്കറിയാം ഇനി എത്ര നാളാണ് ഉമ്മയെ കാണുന്നത്. എപ്പോഴും മരിക്കുമല്ലോ. അല്ലാഹുവേ, ഞാൻ ആ പൊന്നുമോളോട് തമാശക്ക് മോളൊന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞ് കവളത്തൊരു നുള്ളു കൊടുത്തപ്പോ ആ മോള് തലതിരിച്ചു കളഞ്ഞു. ആ ഉപ്പ പറയുകയാണ്, എന്റെ തങ്കക്കുടം ചിരിച്ചിട്ടെത്ര നാളായെന്നറിയോ എന്റെ ഉസ്താദേ? എന്റെ പൊന്നുമോള് ചിരിച്ചിട്ടെത്ര നാളായെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, അങ്ങനൊരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ ഒരിക്കലും വരുത്തരുത് അല്ലാ. ഈ അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മക്കളെ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബൈത്തുൽ ഹംദ് എന്ന പദ്ധതിയിലേക്ക് അബൂദാബിയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ 50,000 രൂപ. ഞാനിത് പറയുമ്പോ ഉസ്താദ് പിരിവ് തുടങ്ങിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു നിസ്സഹകരണം നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് വൈകാതെ മാതാപിതാക്കൾക്ക് ആയത്തോതി ദുആരക്കുന്ന സദസ്സല്ലേ. എന്തിനാണ് നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തി മടങ്ങി പോകുന്നത്? ഒന്നൊരുമിച്ചിരുന്നിട്ട് ദ്വാരന്നിട്ട് എത്ര കാലമായി ചെറുപ്പക്കാരാ ഈ കാസർഗോഡ് ജില്ലയുടെ മണ്ണിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാൻ സമയം ഇപ്പോഴല്ലേ പെങ്ങളെ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്താ മതി. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പ് പറയുകയാ, അരിഞ്ഞാലിന്റെ മണ്ണിനെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ 10,000 ഒരുപോലെ കരഞ്ഞുകൊണ്ട് ആമീൻ പറയുമ്പോ അല്ലാഹു അത് തട്ടിക്കളയുന്നത് എങ്ങനാണ് ചെറുപ്പക്കാരാ? കരുണയുള്ള റബ്ബേ, സ്നേഹമുള്ള അല്ലാ, മാരക രോഗത്തിന്റെ അണുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പാവപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാ, 1 ലക്ഷം ഞാൻ കൊടുക്കാ, 2 ലക്ഷം കൊടുക്കാ, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വീട് വെച്ച് കൊടുക്കാ എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാ. അബൂദാബിയിൽ നിന്ന് ഒന്നാമത്തെ ആള് പറഞ്ഞിരിക്കുന്ന 50,000 രൂപ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ,
അർഹമുർ റഹീമായ നാഥാ, 50,000 രൂപ ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കുമ്പോ എന്താ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗത്തിന്റെ അണുക്കളെങ്ങാനും ആ സഹോദരന്റെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ ഉമ്മാക്കും ഉപ്പാക്കും അതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. റബ്ബേ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. 2 ദിവസം മുമ്പ് എന്റെ നാട്ടില് 3 ചെറുപ്പക്കാരാണ് പുഴയിൽ വീണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, ഇതുവരെ കണ്ണീര് പറ്റിയിട്ടില്ല ആ കുടുംബത്തിന്. റബ്ബേ, അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. 50,000 രൂപ പറഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരന് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നീ കൊടുക്കണേ അല്ലാ. ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ബൈത്തുൽ ഹംദ് എന്ന നിന്റെ സ്വർഗത്തിന്റെ വീട്, ബൈത്തുൽ ഹംദ് എന്ന നിന്റെ സ്വർഗത്തിന്റെ വീട് ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കണേ അല്ലാ. ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് ഭയാനകത നിറഞ്ഞു തുളുമ്പുമ്പോ, പാമ്പുകൾ വന്ന് കൊത്തിവലിക്കുമ്പോ, വാരിയല്ലുകൾ കോർത്തു പോകുന്ന വിധത്തിൽ ഖബറിഞ്ഞിരിക്കുമ്പോ, അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട സഹോദരന് ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ കൊടുക്കണേ അല്ലാ. ബിസിനസ് പൊളിച്ചു കളയല്ല അല്ലാ, തകർത്ത് കളയല്ല അല്ലാ. ആ ഭവന പദ്ധതിക്ക് വേണ്ടി രണ്ടാമതൊരാള് ഉസ്താദേ ഞാനും കൊടുത്തുകൊള്ളാം ഒരു 50,000 രൂപ ഉസ്താദ് കരഞ്ഞുകൊണ്ടൊന്ന് ദുആരക്കണേ. ഈ വിശാലമായ സരസിന്റെ ദുആ, ഈ വിശാലമായ നിറഞ്ഞ മജ്‌ലിസിന്റെ ദുആ, ഒരു 50,000 രൂപ ആ ഭവന പദ്ധതിക്ക് ഞാനും കൊടുത്തുകൊള്ളാം. കാസർഗോഡ് പൊട്ടി വീഴാൻ പോകുന്ന കുടുംബ ജീവിതത്തിന്റെ വിളക്കുകൾ ഇളക്കി ചേർക്കാൻ വേണ്ടി, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റി കൊടുക്കാൻ വേണ്ടി, ഒരു വീട്ടിന്റെ അകത്ത് ഇബാദത്ത് ചെയ്യുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, നിസ്കരിക്കുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്, നോമ്പ് പിടിക്കുമ്പോ അതിന്റെ കൂലിയും നിനക്കാണ്. ആ വീട്ടിന്റെ അകത്ത് മക്കൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോ അതിന്റെ പ്രതിഫലവും നിനക്കാണ്. മക്കൾ സലാത്ത് ചൊല്ലുമ്പോ, മക്കൾ ദിക്ർ ചൊല്ലുമ്പോ, അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം